നരേന്ദ്രമോദിയുടെ ഒരു ഉറപ്പിൽ കൂടുതൽ ഇത് വലിയ ഉറപ്പ് വേറെ എവിടെ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ളത്? Nobody has listened to your voice. Now Narendra Modi is there to listen to your voice. എല്ലാം ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ടും പുറത്തുപോയി ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. അതായത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി മുനമ്പം സമരം മാറുന്നു എന്ന് പ്രസംഗിക്കുന്നവരെയൊക്കെയാണ് ഞങ്ങൾ കാണാൻ സാധിച്ചത്. ഭരണഘടനയെ പറ്റി പറയും. ഭരണഘടനയെ പറ്റി പറയുമ്പോൾ എന്താ മുനമ്പക്കാർക്ക് മനുഷ്യാവകാശമില്ലേ? പക്ഷേ BJP സർക്കാർ ഞങ്ങളുടെ കൂടെ നിന്ന് അവർ ഞങ്ങൾ അവിടെയുള്ള ആവശ്യം പറഞ്ഞു. വി ഹാവ് അച്ചീവ്ഡ് ഔട്ട് ആക്കാൻ. വഖഫ് ഭേദഗതി നിയമം യാഥാർത്ഥ്യമായതോടെ മുനമ്പത്തെ ജനങ്ങളെ സ്വത്തവകാശം തിരിച്ചു ലഭിക്കാനുള്ള ചരിത്രപരമായ തീരുമാനമാണ് മോദി സർക്കാർ കൊണ്ടുവന്നത്. മോദി സർക്കാർ അവർക്ക് ഉറപ്പ് നൽകിയത് തുടക്കം മുതൽ ഒടുക്കം വരെ മോദി സർക്കാർ മുനമ്പം ജനതയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. അതിൻ്റെ നന്ദി സൂചകമായാണ് ഇന്ന് മോദിജി കൂട്ടായ്മ ഇവിടെ നടത്തപ്പെടുന്നത്. നന്ദി മോദി വെറുമൊരു വാക്കല്ല, അത് ജനങ്ങളുടെ വികാരം തന്നെയാണ്. ഈ മോദി സർക്കാർ ഈ സാധനം ശരിയാക്കിയില്ലെങ്കിൽ ഒരു 80% ഞങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. പിന്നെ ഇപ്പം ഈ മന്ത്രി വന്നു കഴിഞ്ഞിട്ട് അതെല്ലാം ക്ലിയർ ചെയ്ത് തരും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പിന്നെ ഈ മാതാവിൻ്റെ മണ്ണിൽ വക്കപ്പല്ല, ഏത് വക്കപ്പ വന്നു കഴിഞ്ഞാലും അവരൊക്കെ വിടണ ആണ്. അത്രയും ശക്തിയുള്ള മാതാവാണ്. അതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെ ഈ സാധനം കൊണ്ടുവന്ന് ചായ കുടിക്കൂലേ, ചായ കുടിക്കുന്നോട്ട് ചുണ്ടത്ത് വരെ വന്ന് ഇറക്കാൻ പറ്റിയില്ല ഇവർക്ക്. ആ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ വന്നത്. പല പാർട്ടികളായാലും അത് പല വഴിക്ക് പോയി. BJP സർക്കാരാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നല്ല ബില്ല് പാസ്സാക്കിയതും. ബില്ല് പാസ്സാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അന്ധന്മാരായ അല്ലെങ്കിൽ അതേപോലെ വിചാരിക്കുന്ന കുറേ ആളുകൾ ഇത് മുനമ്പം തീരദേശത്തിന് ഇതുകൊണ്ടൊരു ഗുണമില്ലെന്ന് പറഞ്ഞ് വന്ന ആൾക്കാർക്ക് അവരുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയാണെന്ന് കേന്ദ്രമന്ത്രി നിയമം മൂലം തടഞ്ഞിരിക്കുകയാണ്. മുനമ്പത്തെ ജനങ്ങളുടെ ഏകരക്ഷ ഈ വഖഫ് ഭേദഗതി നിയമം മാത്രമാണ്. മുനമ്പത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തുന്ന ആസൂത്രിതമായ കരുനീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന പ്രസ്താവന. വഖഫ് ഭേദഗതി നിയമം വന്നതോടുകൂടി മുനമ്പത്തെ ജനങ്ങൾ രക്ഷപ്പെട്ടു. ഒരാൾക്കും ഇനിയും ഈ ഭൂമി തൊടാൻ പറ്റില്ല. ഒരു കാരണവശാലും ഒരു വഖഫ് ഭൂമി മാഫിയയ്ക്കും മുനമ്പത്തെ ജനങ്ങളുടെ ഭൂമിയെ തൊടാൻ സ്പർശിക്കാൻ അവകാശമില്ല. ഇനി ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുമ്പം അവർ ഈ വഖഫിന് ഏതെല്ലാം തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തു, ആ ആനുകൂല്യങ്ങൾ വീണ്ടും കൊടുക്കുകയാണെങ്കിൽ നിയമപരമായി നിഷ്പ്രയാസം നിയമപരമായി അതിൻ്റെ എല്ലാ ആനുകൂല്യവും കിട്ടും. കാരണം നിയമം വന്നു കഴിഞ്ഞു. ഈ നിയമം വന്നതോടുകൂടി മുനമ്പത്തെ ജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടി. ആകെ ഇവർ പറയുന്ന റെട്രോസ്പെക്റ്റീവ് എഫക്റ്റാണ് പറയുന്നത്. അതായത് നിയമം വന്നു കഴിഞ്ഞാൽ ആ നിയമം വന്ന് ബില്ല് വന്ന് രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമായി കഴിഞ്ഞാൽ അതിന് മുൻപുള്ള വിഷയങ്ങളൊന്നും ബാധിക്കില്ല, അതിന് ശേഷമുള്ള വിഷയങ്ങളെ ബാധിക്കുള്ളൂ എന്നാണ്. അതിൻ്റെ പേരിലാണ് ഇവർ പറയുന്നത്. അത് തെറ്റാണ്, അത് തെറ്റായ പ്രചാരണം. കാരണം ഇത് ട്രസ്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 2A പ്രകാരം ഇതൊരു ട്രസ്റ്റ് ആക്ടുമായി ബന്ധപ്പെട്ട അതിനിത് ബാധകമല്ല. അതിന് ട്രസ്റ്റിന് ഇങ്ങനത്തെ ഈ തരത്തൊന്നും ബാധകമല്ല. അതുകൊണ്ട് വഖഫ് എന്ന് പറയുന്ന, കാരണം ഈ ഫറൂഖ് കോളേജ് ട്രസ്റ്റാണ്. അപ്പോൾ ട്രസ്റ്റ് കൊടുത്ത ഭൂമിക്ക് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഇനിയൊരു വഖഫിൻ്റെ അതിക്രമം ഉണ്ടാവില്ല. മുനമ്പത്തെ ജനങ്ങളെ വഴിയാധാരമാക്കുന്ന ഈ വഖഫിൻ്റെ സമീപനം ഇടതുപക്ഷ വലതുപക്ഷ പിന്തുണയോട് കൂടിയിട്ട് ഈ വഖഫ് ഭൂമാഫിയ നടത്തുന്ന ഈ അതിക്രമം അനുവദിക്കാൻ പറ്റില്ല. നിയമപരമായി അത് തടഞ്ഞു. മുനമ്പത്തെ ജനങ്ങൾ, പാവങ്ങൾ, സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ ഒരു 55 ദിവസത്തിലധികമായി നടത്തുന്ന സമരത്തിന് വളരെ ശുഭകരമായ പര്യവസാനത്തിലേക്ക് നീങ്ങുകയാണ്. കാരണം അവരുടെ റവന്യൂ അവകാശം തലമുറകളായിട്ട് ഈ മുനമ്പത്ത് ജീവിക്കുന്ന എല്ലാ പാവപ്പെട്ടവരുടെയും റവന്യൂ അധികാരം അവർക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി പോവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണമാണ് നരേന്ദ്രമോദി സർക്കാർ വഖഫ് ഭേദഗതി ബില്ലിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അത് നിയമമാകാൻ വേണ്ടി പോകുന്നു.
അതിന് ചട്ടങ്ങൾ രൂപപ്പെടുത്താൻ വേണ്ടി പോകുന്നു. അതിനുശേഷം മുനമ്പത്തെ 610 മത്സ്യത്തൊഴിലാളികൾക്കും അവിടെ അവകാശപ്പെട്ട ഭൂമി ശാശ്വതമായിട്ട് അവർക്ക് തിരിച്ചു കിട്ടും എന്ന് മാത്രമല്ല, ഇനിയൊരു മുനമ്പം ഈ ഭാരതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. അതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണമാണ് നരേന്ദ്രമോദി സർക്കാർ നടത്തിയിട്ടുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ഇനി ഇന്ത്യയിലെ ഒരാളും അവർക്ക് അവകാശപ്പെട്ട ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു മുസ്ലിം സംഘടനയുടെയും മുന്നിൽ പോയി വഴങ്ങേണ്ടി വരില്ല എന്ന് വളരെ വ്യക്തമായിരിക്കുന്നു. ഞങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം ഞങ്ങളുടെ ഇപ്പോൾ 185 ദിവസമായി സമരം തുടങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഭരണപക്ഷത്തിൻ്റെ ഒരു ഇവിടുത്തെ ഒരു പ്രാദേശിക നേതാക്കൾ പോലും ഞങ്ങളുടെ ഈ സമരപന്തലിലോട്ട് കടന്നു വന്നിട്ടില്ല. പിന്നെ വന്ന സാരഥികളെല്ലാം ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ടും പുറത്തുപോയി ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. അതായത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി മുനമ്പം സമരം മാറുന്നു എന്ന് പ്രസംഗിക്കുന്നവരെയൊക്കെയാണ് ഞങ്ങൾ കാണാൻ സാധിച്ചത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ നേരത്തെ പറയുന്നത് പോലെ ഞങ്ങൾ ഒരു സമുദായത്തിനും എതിരല്ല. എന്തായാലും കേന്ദ്രമന്ത്രി ഇവിടെ വന്നതിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നു. ഇടതു വലത് സർക്കാരുകൾ കൂടെ നിന്നിട്ട് കാലുവാരിയതായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഞാനൊരു ഇടത് സർക്കാരിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തിരുന്ന ഒരാളാണ്. എന്നെപ്പോലുള്ള ഒരാൾക്ക് എനിക്ക് വോട്ടവകാശം ലഭിച്ചപ്പോൾ തുടങ്ങി ഞാനൊരു LDFൻ്റെ ഒരു സാരഥി തന്നെയായിരുന്നു. LDFന് വേണ്ടി വോട്ട് ചെയ്യുന്നവരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. കാരണം നമ്മൾ വിശ്വസിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി, അതായത് പണ്ട് ജന്മികളിൽ നിന്ന് പാവപ്പെട്ടവർക്ക് ഭൂമി വാങ്ങിക്കൊടുത്ത് അങ്ങനെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായിരുന്ന ഒരു പാർട്ടി മത്സ്യത്തൊഴിലാളി ജനതയെ കാണാതെ അവഗണിച്ചതുകൊണ്ട് ഒത്തിരി വിഷമം തന്നെയുണ്ട്. വഖഫ് വിഷയത്തിൽ അല്ലെങ്കിൽ മുനമ്പം വിഷയത്തിൽ ഇന്ന് മോദി സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ആ നയം, ആ നിയമനിർമ്മാണം യഥാർത്ഥത്തിൽ ആ മുനമ്പത്തെ 600 കുടുംബങ്ങളെയോ അല്ലെങ്കിൽ രാജ്യമൊട്ടാകെ കിടക്കുന്ന ധാരാളം ആയിരക്കണക്കിനായിട്ടുള്ള കുടുംബങ്ങളെ, വ്യക്തികളെ മാത്രമല്ല, അതിനേക്കാൾ ഉപരി സ്ത്രീകളുടെ, പാവപ്പെട്ട സ്ത്രീകൾ, വിധവകളായ സ്ത്രീകൾ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിലുള്ള സ്ത്രീകൾ, അവർക്കുള്ള വലിയൊരു കൈത്താങ്ങ് കൂടിയാണ്, അവർക്കുള്ള വലിയൊരു മോചനം കൂടിയാണ്. കാരണം ഒറ്റപ്പെട്ട് താമസിക്കുന്ന സ്ത്രീകളുടെ, വിധവകളായ മുസ്ലിം സ്ത്രീകളുടെയൊക്കെ സ്വത്തുക്കൾ കൈക്കലാക്കാനുള്ള ഒരു മാഫിയ കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ വഖഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വഖഫിലൂടെ, പണ്ട് മുത്തലാഖിൽ എന്നതുപോലെ തന്നെ ഈ വഖഫിലൂടെയും മുസ്ലിം സമുദായത്തിലെ സഹോദരിമാരെ, സ്ത്രീകളെ കൂടിയാണ് കൈപിടിച്ചുയർത്തുവാൻ മോദി സർക്കാർ ശ്രമിച്ചിരിക്കുന്നത്. മുനമ്പം ജനത നടത്തിയ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ നിന്ന് പ്രതിധ്വനിക്കുന്നത് മുനമ്പത്തിൻ്റെ ശബ്ദമാണ്. അതിൻ്റെ ഭാഗമായിട്ട് വഖഫ് ഭേദഗതി നിയമം ഈ രാജ്യത്ത് നടപ്പാക്കപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസ് നടപ്പാക്കിയ വഖഫിന് ഈ രാജ്യത്തെ മുഴുവൻ തീറെഴുതി കൊടുക്കുന്ന മതപരമായിട്ടുള്ള പ്രീണനം മാത്രം ലക്ഷ്യം വച്ച് കൊണ്ടുവന്ന ആ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്ന് വഖഫ് ഭേദഗതി നിയമത്തിലൂടെ ഈ നാട്ടിലെ ജനതയ്ക്ക് അവരുടെ ഭൂമി തിരിച്ചു കിട്ടുമെന്നുള്ള സാഹചര്യം സംജാതമായിരിക്കുന്നു. ആ നിയമത്തിനെ തുടർന്നുള്ള റൂള് അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരുന്നതോടുകൂടി തന്നെ സംസ്ഥാന സർക്കാർ ഇവരുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ ത്വരിതപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ത്വരിതപ്പെടുത്തണമെന്ന് പിണറായി വിജയനോട് ആവശ്യപ്പെടാൻ കൂടിയാണ് ഈ ഭേദഗതി ബില്ല് അവതരിപ്പിച്ച കിരൺ റിജിജു വരുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഞങ്ങൾ കൊടുത്ത വാക്ക് ഞങ്ങൾ പാലിച്ചു. അതേ സമയത്ത് തന്നെ അവരുടെ റവന്യൂ അധികാരങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും എല്ലാവിധമായിട്ടുള്ള സമ്മർദ്ദങ്ങളും ചെലുത്തി എന്തൊക്കെ സഹായമാണോ കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് എല്ലാ സഹായവും ചെയ്ത് ഈ സമര പോരാളികൾക്കൊപ്പം അവരുടെ അവകാശം പൂർണ്ണമായിട്ടും ലഭിക്കുന്നതുവരെ BJP ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ കൂടിയാണ് ശ്രീ കിരൺ റിജിജുവും അതോടൊപ്പം തന്നെ മലയാളിയായിട്ടുള്ള നമ്മുടെ മന്ത്രി ജോർജ് കുര്യനും രാജീവ് ചന്ദ്രശേഖറും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടേക്ക് എത്തുന്നത്. ഞങ്ങൾ ഈ സമരത്തിനോടൊപ്പം ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അവർക്ക് ഭൂമി തിരിച്ചു കിട്ടുന്നതുവരെ അവരോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു പ്രഖ്യാപനമായിരിക്കും ഇവിടെ നടക്കുക. My dear brothers and sisters, the change in the Waqf Act is not a political agenda. It is not a political issue. It is a humane issue. It is to address the problems faced by the common people. The rich people do not face problem. They can manage. But the poor people are helpless. It is not a political issue for our party. For Prime Minister Narendra Modi,
the most important concern is how to provide justice. That is why I said the Waqf Amendment Bill passed by the Parliament of India is not a political issue. For Congress Party and Communist Party, they may think about vote bank. They think about their political interests. They think that if this Waqf Amendment Bill is passed, they will lose their vote. Because if the Munambam people are less, your community are less, you can't decide the future course of the government. They are thinking in terms of politics. We don't consider politics as a factor while deciding this important decision to change the draconian provisions in the Waqf Act. From today, in India, I declare nobody will face the problem faced by the people of Munambam. There will be no more unilateral declaration of any property as Waqf property. This draconian provision has been obliterated, it's been deleted and removed forever. These are very important steps taken in the interest of the common people of this country. I'm not going into the details, but I'm here today concerning the pains and sufferings you have endured. You have seen the rule of the Congress Party. You have witnessed the long rule of the Communists, the Left Democratic Front. You have seen them. Nobody has come to help you. Nobody has listened to your voice. Now, Narendra Modi is there to listen to your voice. We will understand your pain. That is why we are here today. I have come here with my colleagues because we are committed to it. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഞങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടുന്നതാണ്. കാരണം നിങ്ങൾ കണ്ടു കാണും, ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു ഉറപ്പ്, ഇതിൽ കൂടുതലൊരു ഉറപ്പ് ഇനി കിട്ടാനില്ല. അപ്പോൾ ഞങ്ങൾക്കറിയാം സമയമെടുക്കും. ഞങ്ങൾക്കറിയാം ഞങ്ങൾ കുറച്ച് കൂടി പ്രശ്നങ്ങളല്ല, തടസ്സങ്ങൾ കുറേ ഉണ്ടല്ലോ, അതെല്ലാം നീക്കാൻ ഇത്തിരി സമയമെടുക്കും. നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അതിൻ്റേതായ സമയമെടുക്കും. പക്ഷേ ഞങ്ങളുടെ ഇത്രയും നരേന്ദ്രമോദിയുടെ ഒരു ഉറപ്പിൽ കൂടുതൽ ഇത് വലിയ ഉറപ്പ് വേറെ എവിടെ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ളത്. ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾ റിയലി ഹാപ്പിയാണ്. കാരണം ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കൊരു ഫലം കണ്ടതാണായിരിക്കും. തീർച്ചയായിട്ടും മറ്റുള്ളവർ വന്ന് ഞങ്ങൾ പറ്റിക്കില്ലായിരുന്നു. എല്ലാവരും വന്ന് അവരുടേതായ മുതലെടുപ്പായിരുന്നു. പക്ഷേ BJP സർക്കാർ ഞങ്ങളുടെ കൂടെ നിന്ന് അവർ ഞങ്ങൾ അവരുടെ ആവശ്യം പറഞ്ഞു. വി ഹാവ് അച്ചീവ്ഡ് അവർ ടാർഗറ്റ്. അപ്പോൾ ഞങ്ങൾ ആ ഒരു ലക്ഷ്യത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇനിയും കുറച്ചും കൂടി കടമകളുണ്ട്. ബട്ട് അത് ഞങ്ങൾ അലട്ടുന്നില്ല. തീർച്ചയായിട്ടും ലഭിച്ചു എന്ന് തന്നെ പറയാം. ബാക്കി ഇനി പേപ്പർ വർക്ക്സിന് അതിൻ്റേതായ സമയങ്ങൾ എടുക്കുമല്ലോ. സ്വന്തം ഭൂമിയുടെ ഉടമസ്ഥാവകാശം നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കിയാണ് കേന്ദ്ര ന്യൂനപക്ഷ കാര്യാലയ വകുപ്പ് മന്ത്രി കിരൺ റിജിജു മുനമ്പം സമരപ്പന്തൽ വിട്ടത്. മുനമ്പം രാജ്യത്ത് ഇനി എവിടെയും ആവർത്തിക്കില്ല എന്ന ഉറപ്പ് മോദി സർക്കാരും നൽകുന്നുണ്ട്. മുനമ്പം ജനതയുടെ യഥാർത്ഥ കാവലാൾ മോദി സർക്കാരാണ്, BJP സർക്കാരാണ് എന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയാണ്.